വളരെ കൃത്യമായ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ, ഡിസൈൻ ഉണ്ടെങ്കിൽ, സംവിധാനമുണ്ടെങ്കിൽ ആ സംവിധാനത്തിന് പിന്നിൽ ഒരു സംവിധാനിച്ചവൻ ഉണ്ടായേ തീരൂ. ആ ക്രമത്തിന് പിന്നിൽ ക്രമത്തെ നിയന്ത്രിക്കുന്ന, ക്രമത്തെ ക്രമമാക്കിയവൻ ഉണ്ടായേ തീരൂ. നമ്മൾ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് നോക്കിയാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ ഒരു സെക്കൻഡിൽ ഒരു നിമിഷത്തിൽ ഒരു കോശം എണ്ണിക്കഴിഞ്ഞാൽ 11 ലക്ഷം വർഷം മാത്രം എടുത്ത് മനുഷ്യ ശരീരത്തിലെ കോശങ്ങൾ എണ്ണി തീർക്കാൻ കഴിയൂ. അതിഭീമമാണ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ. ആ ഓരോ കോശങ്ങൾക്കുള്ളിലും 12-ലധികം സെൽ ഓർഗനലുകളുണ്ട്. ആ ഓരോ കോശത്തിനുള്ളിലും ചെറിയ ക്രോമസോമുകളുടെ DNA ഉണ്ട്. അതിനുള്ളിൽ ഒരുപാട് വിവരങ്ങളുണ്ട്. അഥവാ പഠിക്കുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അറിയുന്നതോറും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് അത് യാദൃശ്ചികമായി ഉണ്ടാകുന്നതല്ല, യാദൃശ്ചികമായി നിലനിൽക്കുന്നതല്ല. എന്തിന് നമ്മൾ ലളിതമായ ചില വിഷയങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മുടെ മുന്നിൽ 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ കാർഡുകൾ ക്രമമായിട്ട് റോട്ടിൽ അടുക്കി വെച്ചിട്ടെന്ന് വിചാരിക്കാം. ആരെങ്കിലും വന്നിട്ട് പറയാണ് അതിങ്ങനെ ഒരുപാട് സംഖ്യകളുടെ കാർഡുകൾ കൊണ്ടുപോകുന്ന ഒരു വണ്ടിയിൽ നിന്ന് വീണ് പോയപ്പോൾ തന്നെ 1 മുതൽ 100 വരെ ക്രമമായിട്ട് കടന്നതാണെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. കാരണം അങ്ങനെ ഒരു ഓർഡർ, അങ്ങനെ ഒരു ക്രമം അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രമത്തെ ക്രമമാക്കിയ ആരും അതിന് പിന്നിലുണ്ടെന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവിക യുക്തിയാണ്. അവിടെ ആ ചെറിയ 1 മുതൽ 100 വരെയുള്ള സംഖ്യയുടെ ചേർത്ത് വെക്കൽ പോലും അതിനെ യാദൃശ്ചികമായിട്ട് അനുഭവപ്പെടാത്ത നമുക്ക് ഒരു മൈക്ക് തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഒരു സ്പീക്കർ തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവിടെയുള്ള ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും മാറ്ററിന്റെ ഏതെങ്കിലും തരത്തിലുള്ള ചേർത്ത് വെക്കലുകൾ കൊണ്ട് യാദൃശ്ചികമായി സംഭവിച്ചാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇത്രമേൽ മനോഹരമായി സംവിധാനിക്കപ്പെട്ട, ഇത്രമേൽ സൂക്ഷ്മമായി അടുക്കി വെക്കപ്പെട്ട ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കളും എങ്ങനെയാണ് യാദൃശ്ചികതയിൽ നിന്ന് ഉണ്ടായി എന്ന് അംഗീകരിക്കാൻ പറ്റുക? അഥവാ നമുക്ക് ഒരു മനുഷ്യൻ തുറന്ന മനസ്സോടുകൂടി സമീപിക്കുകയാണെങ്കിൽ അതിന് പിന്നിൽ ആ ക്രമത്തെ നിയന്ത്രിക്കുന്ന, അതിനെ സംവിധാനിച്ച നിയന്ത്രകനായ സ്രഷ്ടാവായ ഒരു ദൈവമുണ്ടെന്ന് അവന് ഉറപ്പായും ബോധ്യപ്പെടും. അവിടെ നമുക്ക് പറയാനുള്ളത്, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, അങ്ങനെ ദൈവം ഇല്ലേ ആലോചിച്ച് നോക്കി. ഈ സകല സംവിധാനങ്ങളോടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ദൈവം ഇല്ലേ? ഉണ്ട്. ആ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവരോടും പറയാനുള്ളത്, ആ ദൈവം നമ്മോട് ആശയവിനിമയം നടത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കണം എന്നാണ്. ഇങ്ങനെ ഒരു ദൈവം എന്നെ ഇത്ര സൂക്ഷ്മമായി സംവിധാനിച്ചിട്ടുണ്ടെങ്കിൽ, എന്നെ ഇത്ര സൂക്ഷ്മമായി മനോഹരമായി എന്നെ ക്രമീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചവൻ എന്നെ വെറുതെ ക്രമീകരിക്കോ? എന്നെ വെറുതെ ഇങ്ങോട്ട് അയക്കുവോ? ഇല്ല. ആ അയക്കലിന്, എന്നെ സംവിധാനിക്കുന്നതിന് അവന് വ്യക്തമായ ഉദ്ദേശങ്ങൾ ഉണ്ടാവൂലേ? ആ ഉദ്ദേശങ്ങളെ പറ്റി അന്വേഷിക്കണം. ഏതെങ്കിലും മതമോ ഏതെങ്കിലും ആശയം സ്വീകരിക്കാനല്ല പറയുന്നത്. ആ ഉദ്ദേശങ്ങളെ പറ്റി ആലോചിക്കുക, ആ ഉദ്ദേശങ്ങളെ പറ്റി ചിന്തിക്കുക. ഏതെങ്കിലും തരത്തിൽ ദൈവം എന്നോട് ആശയവിനിമയം നടത്തുന്നുണ്ടോ? ആ അന്വേഷണത്തിന്റെ സമയത്ത് നമുക്ക് ഒരുപാട് ആശയങ്ങൾ മുന്നിലേക്ക് വരും. ക്രൈസ്തവതൊരു ആശയമാണ്, ഹൈന്ദവതൊരു ആശയമാണ്, ജൂതായിസം വേറൊരു ആശയമാണ്, ഇസ്ലാം വേറൊരു ആശയമാണ്. അവിടെ നമ്മുടെ മുന്നിലേക്ക് അനേകം ആശയങ്ങൾ ദൈവത്തിന്റെ എന്ന പേരിൽ കടന്നു വരികയാണ്. അവിടെ വളരെ വ്യക്തമായി പറയുന്നു, പഠിക്കാൻ ശ്രമിക്കുക.